മുജ്തബ ഖമേനി ഉടൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. മുജ്തബ ഖമേനിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളുടെ കാട്ടുതീ പടരുന്നതിനിടയിൽ രാജ്യത്തിന്റെ നേതൃത്വം സുരക്ഷിതമാണെന്ന പ്രഖ്യാപനവുമായി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇസ്മായിൽ ബഖായി നടത്തിയ വെളിപ്പെടുത്തൽ ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഈ ഔദ്യോഗിക വിശദീകരണങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയിലെ നിഗൂഢമായ രാഷ്ട്രീയ ഇടനാഴികളിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണോ എന്ന ചോദ്യമുണ്ട്. സമാധാനത്തിനും യുദ്ധത്തിനുമിടയിലെ ആ നേർത്ത നൂൽപാലത്തിൽ നിന്നുകൊണ്ട് ഇറാൻ നൽകുന്ന ഈ സന്ദേശം ലോകത്തെ മറ്റൊരു വലിയ വഴിത്തിരിവിലേക്കാണോ നയിക്കുന്നത്? ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ചാനലായ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബഖായി ഈ പ്രതികരണം നടത്തിയത്. മുജ്തബ ഖമേനി സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് മറ്റൊരു സന്ദേശം നൽകുമെന്ന പ്രതീക്ഷയുണ്ടെന്നുമാണ് ബഖായി പറഞ്ഞത്. അദ്ദേഹം സുഖമായിരിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വളരെ വേഗം അദ്ദേഹം വീണ്ടും ജനങ്ങളോട് സംസാരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അഭിമുഖം നടന്ന സമയത്ത് സംഘർഷം 17ാം ദിവസത്തിലേക്ക് കടന്നിരുന്നു. ഇറാന്റെ ഔദ്യോഗിക നിലപാട് പ്രകാരം ഈ യുദ്ധം രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നാണ് സർക്കാർ വാദിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആരംഭിച്ച ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ പോരാട്ടം ഉണ്ടായതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് പ്രകോപനമില്ലാതെ ആരംഭിച്ച യുദ്ധമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ അടിച്ചേൽപ്പിച്ച സംഘർഷമാണിതെന്ന് എല്ലാവർക്കും വ്യക്തമാണെന്നാണ് ബഖായി പറയുന്നത്. സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ സംഭാഷണങ്ങൾ തുടരുന്നതിനിടയിലായിരുന്നു സൈനിക സംഘർഷം ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജ്യത്തെ ജനങ്ങൾ സ്വന്തം മാതൃഭൂമിയെ സംരക്ഷിക്കാൻ ദൃഢനിശ്ചയത്തോടെ നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ അധികാരികൾ ഈ സംഘർഷത്തെ പ്രതിരോധ യുദ്ധമായി ചിത്രീകരിക്കുകയും രാജ്യത്തിന്റെ സൈനിക പ്രതികരണം സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നാണിത്. ഈ കടലിടുക്കിലൂടെ ദിവസേന നിരവധി രാജ്യങ്ങളുടെ എണ്ണ കപ്പലുകളും ചരക്ക് കപ്പലുകളും കടന്നു പോകുന്നു. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുമെന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ മേഖലയിലെ സംഭവവികാസങ്ങൾ അടുത്തു നോക്കുകയാണ്. നിരവധി ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യക്കും ഈ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വലിയ പ്രാധാന്യമുണ്ട്. അഭിമുഖത്തിൽ ബഖായി ഒരു ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി കടലിടുക്ക് കടന്ന് ഇന്ത്യയിൽ എത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.